ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖമാണോ? സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നാളായി ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം നല്ല തിരക്കായതുകൊണ്ടാണ്. ഒരു ഇടവകയുടെ ചാർജുണ്ട്, അതിനോടൊപ്പം തന്നെ ധ്യാന ശുശ്രൂഷകൾക്കും പോകുന്നുണ്ട്. ഇടവക ധ്യാനമാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇടവകയിൽ പോയി താമസിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഇടവകയിൽ പോയി താമസിക്കേണ്ടിയൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല പ്രോപ്പറായിട്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ജിനു വെച്ചാൽ ഇങ്ങനെ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യാത്തത്, എന്താണ് എല്ലാ ദിവസവും ചെയ്യാത്തത്? പലപ്പോഴും ഞാൻ പറയും തിരക്കായതുകൊണ്ടാണ്, എന്നോട് ക്ഷമിച്ചേക്കുക. പലരും എന്നെ വിളിക്കാറുണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി. ഒത്തിരി പേരുടെ ഒരു ആവശ്യമായിരുന്നത്, പക്ഷെ പലപ്പോഴും കിട്ടാറില്ല. അതിന് കാരണം ഈ ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ നിൽക്കുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയം എന്ന് പറയുന്നത് മിക്കവാറും ചിലപ്പോൾ ആൾക്കാർ കാണാൻ വരും, ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടാകും, ചിലപ്പോൾ പള്ളിയിൽ പോയിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും എനിക്ക് അങ്ങനെ നിങ്ങളെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാറില്ല, ചിലപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പോണേ. ഒത്തിരി നാളായി ഞാനിങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ജപമാലയിൽ പങ്കെടുക്കുമ്പോഴും തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കുമ്പോഴും മനസ്സ് പറയാറുണ്ട്, എല്ലാ ദിവസവും ഒരു വചനം പങ്കുവെച്ച് കൊടുക്ക് ജിനുവേ. പക്ഷേ പലപ്പോഴും ഞാനത് കേൾക്കാറില്ല. ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ വചനം പറഞ്ഞ് പങ്കുവെച്ച് കൊടുക്കണം. അതിനോടൊപ്പം ഒരു പ്രാർത്ഥനയും കൂടി ചേർത്ത് വെച്ച് കൊടുത്താൽ ഒത്തിരി മനുഷ്യർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിയായൊരു സഹോദരി എന്നെ ഫോൺ വിളിച്ചു. എങ്ങനെയോ കിട്ടി കേട്ടോ, ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ അതൊരു അനുഗ്രഹമാണെന്ന്, ദൈവത്തിൻ്റെ സ്വരമാണെന്ന് ഞാൻ തിരിച്ചറിയുക. ആ സഹോദരി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ചാച്ചൻ്റെ എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസവും 5:30 മണിക്ക് എൻ്റെ ചാനലിലെ വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ജപമാലയിലും പങ്കെടുക്കുന്നുണ്ട്. അച്ഛാ, വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പങ്കെടുത്ത് കഴിയുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛാ. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞത് എങ്ങനെയാണ്, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് അച്ഛാ, എനിക്കങ്ങനെ പള്ളിയിൽ പോകാനൊന്നും പറ്റത്തില്ല, ഞാൻ കിടപ്പാണ്. അപ്പോൾ മക്കളാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും അച്ഛൻ്റെ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട് അച്ഛാ. 5:30 മണിക്ക് ഉള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അച്ഛാ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സഹോദരിയോട് പറഞ്ഞു, എനിക്കത് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, സഹോദരി പറ, ചേച്ചി പറ. ആ ചേച്ചിയോട് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ എല്ലാ ദിവസവും അച്ഛനൊരു വചനം പങ്കുവെച്ച് തരാൻ പാടില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് അച്ഛൻ ചെയ്തുകൂടാ? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി തിരക്കുകളൊക്കെ. അപ്പോൾ എന്നോട് ആ സഹോദരി ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുണ്ട്, അച്ഛാ അച്ഛൻ തുടങ്ങി വയ്ക്കി, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നടത്തിക്കോളും. ഞാനിന്ന് തുടങ്ങി വയ്ക്കാൻ പോവുക. ഒത്തിരി നാളത്തെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനിന്ന് തുടങ്ങാൻ പോണേ. ഞാൻ മോട്ടിവേഷൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ചിലപ്പോൾ ധ്യാന പ്രസംഗങ്ങൾ ചെയ്യുന്നുണ്ട്, വലിയ ഇതൊക്കെ. പക്ഷേ ചെറിയ ടോക്കുകളൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്യാറില്ല. അങ്ങനെ വചനം പങ്കുവെച്ച് നൽകുന്ന സോഷ്യൽ മീഡിയ അങ്ങനെ ടോക്കുകളൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. പലരോട് പറയാറുണ്ട്, ജിനു വെച്ചാൽ അച്ഛൻ ഇങ്ങനെ മോട്ടിവേഷണൽ ടോക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. കാരണം അത് ഒത്തിരി പേർക്ക് ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. അത് കേൾക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം ചിലരെന്നോട് പറയും, അച്ഛൻ്റെ ആ വീഡിയോ കാണുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ദൈവം തരുന്ന ഒരു ആശ്വാസമായിരിക്കും. കാരണം ഞാൻ അങ്ങനെയൊക്കെ മോട്ടിവേഷൻസ് വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ അവരോടായിട്ട് പറയുക. അപ്പോൾ അത് ഒത്തിരി പേർക്ക് അനുഗ്രഹം ആകുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷം. അതിനേക്കാളും അനുഗ്രഹമുള്ളൊരു കാര്യമാണ് ഞാനിന്ന് തുടങ്ങാൻ പോണേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 5:15 മണിക്ക്, എത്ര ദിവസം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, തുടങ്ങി വയ്ക്കുക. ബാക്കിയൊക്കെ ദൈവം നടത്തട്ടെ, നമുക്ക് തുടങ്ങാലോ, ദൈവമാണല്ലോ എല്ലാം നടത്തുന്നത്. അപ്പോൾ ഞാനതിൽ വിശ്വസിക്കുന്നു. എല്ലാം നടത്താൻ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമായതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യം തുടങ്ങി വെച്ചാൽ നന്നായിട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:15 മണിക്ക് ഞാനൊരു ചെറിയ അനുഗ്രഹമുള്ളൊരു കാര്യം തുടങ്ങാൻ പോവുക. എന്ന് വെച്ചാൽ ഇതിനിട്ടിരിക്കുന്ന പേര് വചനവും പ്രാർത്ഥനയും എന്നാണ്. വചനവും പ്രാർത്ഥനയും. എല്ലാ ദിവസവും ഒരു വചനം പങ്കുവയ്ക്കും, അതിൻ്റെ അർത്ഥം പങ്കുവയ്ക്കും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അത് കൂട്ടിവെച്ച് പങ്കുവെച്ച് വരും. വചനവും പ്രാർത്ഥനയും, അതിനോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥന കൂടി നമ്മൾ ചെല്ലും എല്ലാ ദിവസവും രാവിലെ 5:15 മണിക്ക്.
അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കാനായിട്ടൊന്ന് പരിശ്രമിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വചനം പ്രഘോഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊന്നും അതിന് ശരിയായി എന്ന് വരില്ല, നമുക്കതിന് അറിവുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു പേടിയൊക്കെ ഉണ്ടാകാം. പക്ഷേ നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റും. എങ്ങനെ? മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് പങ്കെടുക്കാൻ പറ്റും. അപ്പം മാക്സിമം ഒത്തിരി പേര് ഇങ്ങനെയുള്ള വചന പ്രഘോഷണങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം ഇനിയും ചെയ്യണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനോടൊപ്പം അച്ഛനെയും കൂടി ഈ പ്രാർത്ഥന എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഈ നിമിഷം അച്ഛനും ആഹ്വാനം ചെയ്യുക, അപേക്ഷിക്കുക. കാരണം ഒത്തിരി പേർക്ക് ഇത് വചനം ചെല്ലണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അധികം നേരമൊന്നും എടുക്കത്തില്ല. 5:15 മണിക്ക് തുടങ്ങിയാൽ 5:30 മണിക്ക് മുമ്പായിട്ട് നിർത്തും കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ, അതിൽ കൂടുതൽ പോകത്തില്ല. ഒരു വചനം പങ്കുവയ്ക്കും, 5 ദിവസം പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഒരാശീർവാദം തരും, ക്ലോസ് ചെയ്തു. അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിനുള്ളിൽ അച്ഛൻ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഈ വചനവും പ്രാർത്ഥനയും എന്ന ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവം നടത്തട്ടെ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞ കാര്യമാണ്, അച്ഛൻ തുടങ്ങി വയ്ക്കുക അച്ഛാ, ബാക്കി ദൈവം നടത്തിക്കോട്ടെ. എനിക്കും ആഗ്രഹമുണ്ട് തുടങ്ങി വയ്ക്കണമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരച്ഛന്മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, ജിനോ തുടങ്ങുക, നല്ല കാര്യമല്ലേ. ഞാനിങ്ങനെ മോട്ടിവേഷൻസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു വചനം പങ്കുവെച്ച് അതിനോട് ചേർത്ത് വെച്ചൊരു പ്രാർത്ഥന കൂടി ചേർത്ത് വെച്ചാൽ ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. കാരണം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. കാരണം ഇത്രയും നാൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഒത്തിരി പേര് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. 5:30 മണിക്കുള്ള വിശുദ്ധ കുർബാനയിൽ എൻ്റെ അറിവനുസരിച്ച് ഒരു 15,000-16,000 പേരിൽ കൂടുതലെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. അത് ഒത്തിരിയേറെ ദൈവാനുഗ്രഹമായിട്ട് അവർ പറയാറുമുണ്ട്. ഒത്തിരി സന്തോഷം. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ ജപമാലയിലും ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലും എല്ലാവരും പങ്കെടുക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. രാവിലെ 5:15 മണിക്ക് വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ എത്തും, നിങ്ങളുടെ മുൻപിലെത്തും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ദിവസവും തുടങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമേ അച്ഛൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒത്തിരി മക്കൾ എന്നോട് ആവശ്യപ്പെടാറുണ്ട്, അച്ഛൻ എല്ലാ ദിവസവും ഒരു വചനം പങ്കുവയ്ക്കാൻ പറ്റിയ ഞങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. പക്ഷേ എൻ്റെ മടി കാരണം അല്ലെങ്കിൽ എൻ്റെ തടസ്സങ്ങൾ കാരണം പലപ്പോഴും പറ്റാറില്ല. പക്ഷേ ആ സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ, ഒരു ക്യാൻസർ രോഗിയാണ്, എന്നോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു കാര്യത്തെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുന്ന എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് മാസങ്ങളായി കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എന്ത് പേര് കണ്ടെത്തും. അപ്പോൾ ഞാൻ ഒത്തിരി പേരിങ്ങനെ സെർച്ചൊക്കെ ചെയ്തു, ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, തമ്പുരാൻ്റെ അടുത്ത് പോരുന്നു. അവസാനം കഴിഞ്ഞ ദിവസമാണ് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞത്, വചനവും പ്രാർത്ഥനയും രണ്ടും കൂടി ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാം. വചനത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം തുടങ്ങാം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമുള്ളൊരു കാര്യം. നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. എന്താകും എങ്ങനെയാകും എന്നറിയാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ കൂട്ടുപിടിച്ച് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. അത് ഒത്തിരിയേറെ ദൈവാനുഗ്രഹമുള്ള കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് പ്രഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു സാറ്, ഒരു അധ്യാപകനാണ്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എല്ലാ വർഷവും ഞാനിപ്പോൾ ആ പള്ളിയിൽ നിന്ന് പോന്നിട്ട് പള്ളി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല, സാറിനെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ആ സാറ് നല്ലൊരു സാറാണ്. സാർ എല്ലാ ദിവസവും എനിക്ക് വചനം പങ്കുവെച്ച് തരും. അപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, വാട്സപ്പിലൂടെ എല്ലാ ദിവസവും ഒരു വചനം ഷെയർ ചെയ്യും. ഞാൻ തുടക്കത്തിലൊക്കെ ചിന്തിച്ച് എന്തിനിപ്പോൾ എല്ലാ ദിവസവും ഈ വചനം ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഒരു സങ്കടം നിറഞ്ഞൊരവസ്ഥയിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സാറിൻ്റെ മെസ്സേജ് വരാം. എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാൻ ആ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ ഒരു വചനം കിടക്കുക. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനും പോണേ കേട്ടോ. ആ വചനമാണെന്ന് പറയാനും പോണേ. എനിക്കത് സ്ട്രൈക്ക് ചെയ്ത വചനം, അതെനിക്ക് തുടങ്ങണമെന്ന് തന്നെ തോന്നി. ഭയങ്കര സ്ട്രൈക്കിങ് ചെയ്തൊരു വചനം. അപ്പോൾ എനിക്ക് തോന്നി അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. വേറെ ഒന്നും സാറ് ചെയ്യുന്നില്ല, ഒരു വചനം പങ്കുവെച്ച് കൊടുത്തു. ആ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ദൈവത്തോട് കുറച്ചും കൂടി ആഴപ്പെടാനും പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചു. ഞാനും അതിനെ ചെയ്യാൻ ആഗ്രഹിക്കുക. ഞാൻ കുറച്ചും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുക. നിങ്ങൾ മറ്റുള്ള എല്ലാവർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം എല്ലാവരും വചനത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊന്ന് പരിശ്രമിക്കുക. ഒത്തിരി ദൈവാനുഗ്രഹം നമുക്കുണ്ടാകും. കാരണം ഒത്തിരി മക്കളെന്ന് സങ്കടത്തിൻ്റെ നടുവിലാണ് ജീവിക്കുക. ഒത്തിരി വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനുള്ള ഒരു ഉത്തരമായിരിക്കും ദൈവത്തിൻ്റെ വചനം എന്ന് പറയുക. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അത് ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അനുഗ്രഹമുള്ളതാണ്, അഭിഷേകമുള്ളതാണ്. ആ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ
ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുക. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. എനിക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, എനിക്കറിയാം അതൊക്കെ. പക്ഷേ അത് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാനൊരു പാപിയാണ്, എനിക്ക് കുറവുകളുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അറിയാതെ. അപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. പാപിയായ എൻ്റെ ജീവിതത്തിന് തമ്പുരാൻ്റെ വചനം പങ്കുവെച്ച് കൊടുക്കാൻ ശക്തിയുള്ളതാക്കി മാറ്റണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാ ദിവസവും കാണുക. ഒരു 10-15 മിനിറ്റ് താഴെയുള്ളൂ. എല്ലാ ദിവസവും കാണുക. അതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിനും ഒരു അനുഗ്രഹമായിട്ട് ഇത് തീരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പരമാവധി ഞാൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാടും അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് ചിലപ്പോൾ പ്രസംഗിച്ച് അവരെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും, ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അതൊത്തിരി ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യമായിട്ട് മാറും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും ഇത് കാണുക. രാവിലെ 5:15 മണിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ദിവസം തുടങ്ങാം. അതൊത്തിരി ദൈവാനുഗ്രഹമായിരിക്കും. നമുക്ക് രാവിലെ 5:15 മണിക്കായിരിക്കും നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കുക. നാളെ രാവിലെ മുതൽ നമ്മളിത് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. വചനം ഓരോ ദിവസം കേൾക്കുമ്പോൾ ആ വചനം കൃത്യമായിട്ട് മനസ്സിൽ സ്വീകരിച്ച് ആ വചനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനും ദിവസം തുടങ്ങാനും പരിശ്രമിക്കുക. രാവിലെ 5:15 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഈ വീഡിയോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. ഫാദർ ജിന്നു പള്ളിപ്പാട്ട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അച്ഛനിടുന്ന വചനവും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയും ജപമാലയും നൊവേനകളുണ്ടെങ്കിൽ ആ നൊവേനയിലും കൂടി പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരി മനുഷ്യർ ഇന്ന് വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ പേര് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഇനിയും ഈ വീഡിയോ കാണുമ്പോൾ അതിനിടയിൽ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇട്ടോളൂ. അച്ഛൻ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടിയും ഉറപ്പ് തരികയാണ്. വിശുദ്ധ കുർബാനയിൽ ഒത്തിരി പേര്, ഇപ്പോൾ എനിക്കറിയാം 10-16,000 മേലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ ആവശ്യങ്ങളോ നിയോഗങ്ങളോ പ്രാർത്ഥനകളായിട്ട് കമൻറ്റുകൾ ഇടാറുണ്ട്. ഞാൻ പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരിയേറെ മക്കൾ അതിന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളും പങ്കുചേരുക. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ദൈവം കൂടെയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ അച്ഛനുള്ളൂ. കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ക്ഷമിച്ചേക്കുക. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാവിലെ 5:15 മണിക്ക് നിങ്ങൾക്ക് വചനവും പ്രാർത്ഥനയും കാണാം. അതിനോടൊപ്പം നിന്ന് 5:30 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. അതിനുശേഷം ജപമാലയും നൊവേനകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ മാക്സിമം പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം ദൈവത്തോട് കൂടെ നിന്ന്, ചിലപ്പോൾ ഒത്തിരി പേരുണ്ട്, ഞാൻ ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന അപ്ലോഡ് ചെയ്യൽ നിർത്താമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ 1-2 ദിവസങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നപ്പോൾ ഒരു സഹോദരി വിദേശത്തു നിന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ കാര്യം ഇങ്ങനെയാണ്, ജിനു അച്ഛാ അത് നിർത്തല്ലേ. ഞാൻ പറഞ്ഞ സഹോദരി ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞല്ലോ അച്ഛാ, ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വളരെ ദൂരെയാണ്. എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അച്ഛാ. ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊന്നും പോകാൻ സാധ്യമല്ല. അപ്പം അച്ഛൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. അത് വലിയൊരു കാര്യമാണ് അച്ഛാ. ഞങ്ങൾ കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കണുള്ളൂ. ആ നേരം കൂടി അച്ഛൻ്റെ വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നും ജപമാലയോട് ചേർന്നിരുന്നും പ്രാർത്ഥിച്ചോട്ടെ. അതുകൊണ്ടാണ് ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളും കൂടി മാക്സിമം പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ വചനവും പ്രാർത്ഥനയും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത് ഒത്തിരി പേർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നന്മയുടെ വെളിച്ചത്തിൻ്റെ കാരണമായിട്ട് തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആ സാറ് അയച്ചെന്ന വചനം കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ഒത്തിരി അനുഗ്രഹമുള്ളൊരു വചനമാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം, വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനമാണ്. ആ വചനം നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വചനം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നൊരു രാത്രിയാണ് സാറിൻ്റെ ഈ വചനം ഞാനെടുത്ത് വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത്
ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ കരം ദൈവത്തിൻ്റെ കര. ആ കരത്തിന് കീഴിൽ നിനക്ക് നിൽക്കാൻ പറ്റിയാൽ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമുക്ക് ഒത്തിരി ഉത്കണ്ഠകളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്, മനസ്സിന് ഒത്തിരി സങ്കടങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ തണലിൽ നമുക്കായിരിക്കാം. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. കാരണം അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം തമ്പുരാൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും. കാരണം അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കാരണം നമ്മുടെ സ്വർഗീയ അപ്പനാണത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ സങ്കടങ്ങളിലൊക്കെ കടന്നു പോകുന്നവനാണ് നീയെങ്കിൽ ഈ വചനം ഒന്ന് എടുത്തു വെച്ച് മനസ്സിലെത്തി വായിച്ച് ധ്യാനിച്ച് മനസ്സിനോട് പറയണം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് എൻ്റെ അപ്പൻ എന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഒന്നുകൂടി മനസ്സിലെത്തി പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, എൻ്റെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ തമ്പുരാൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലു. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ സംരക്ഷിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറയപ്പെടുമാറാകട്ടെ. നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്ന വചനവും പ്രാർത്ഥനയും എന്ന ശുശ്രൂഷയിൽ നിങ്ങളും കൂടി പങ്കുചേർന്ന് മറ്റുള്ളവർക്ക് കൂടി ഇത് അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ വേദനകളെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമേ, ഇന്ന് ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ എന്നും പൂർത്തീകരിക്കുവാൻ പറ്റാവുന്നിടത്തോളം സഹകരിച്ച് ഇതിനോടൊപ്പം പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, ഈ വചനവും പ്രാർത്ഥനയും എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരുന്ന എല്ലാ മക്കളെയും നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും, സകല വ്യാധികളും, സകല ബുദ്ധിമുട്ടുകളും സുഖമാക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ടും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം കൊണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരത്താൽ നീ താങ്ങി നിർത്തണേ കർത്താവേ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും യേശുനാമത്തിൻ്റെ അഭിഷേകവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു കാര്യം റിക്വസ്റ്റാണ്, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷനും കൂടി അമർത്തണം. എന്നാലാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോ എടുത്ത് കാണാം. ഒരാശ്വാസമായി നിങ്ങളുടെ ജീവിതത്തിന് ഈ വചനം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അപേക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ഇതിനടിയിൽ രേഖപ്പെടുത്താം. അച്ഛൻ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം, ഇതൊരു വചന ശുശ്രൂഷയാണ്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇത് പങ്കുവെച്ച് കൊടുക്കണം. നിങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി നിങ്ങളും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് നിറയുക. കാരണം നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ലെങ്കിലും പങ്കുവെച്ച് കൊടുക്കുകയാണല്ലോ, അത് ദൈവത്തിന് അനുഗ്രഹം. ഞാൻ മൂലം ഒരാൾ നന്നായാൽ അതിന് അനുഗ്രഹം എനിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ നിൽക്കണേ, വീഡിയോ കാണണേ, അതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.